ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ജ്ഞാനവും വാസനാക്ഷയവും. തത്വജ്ഞാനം വാസനാക്ഷയത്തെ ഉണ്ടാക്കുന്നുവെന്ന് ശ്രുതി പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദേവനെ അറിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഒടുങ്ങുന്നു എന്നാണ് ശ്വേതാശ്വതരോപനിഷത്തിൻ്റെ പ്രഖ്യാപനം. കഠോപനിഷത്ത് പറയുന്നത് അധ്യാത്മയോഗം അഭ്യസിച്ചുറപ്പിച്ച് ആ ദേവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ധീരൻ ഹർഷശോകങ്ങൾക്കതീതനായി വർത്തിക്കുന്നു എന്നാണ്. ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു എന്നാണ് ഛാന്തോക്യോപനിഷത്തിൻ്റെ മതം. ഈശാവാസ്യോപനിഷത്താകട്ടെ അദ്വയ സത്യം സർവത്ര ദർശിക്കുന്നയാൾക്ക് ശോകമോ മോഹമോ ഇല്ല എന്ന് വെളിപ്പെടുത്തുന്നു. ദേവനെ അറിയുമ്പോൾ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിക്കുന്നു എന്നാണ് ശ്വേതാശ്വതരോപനിഷത്ത് വീണ്ടും പ്രഖ്യാപിക്കുന്നത്. ജ്ഞാനവും മനോനാശവും. തത്വജ്ഞാനം മനോനാശ ഹേതുവാണെന്നുള്ളതിനും ശ്രുതി സമ്മതിയുണ്ട്. എവിടെ ഒരാൾക്ക് എല്ലാം ആത്മാവായി തീരുന്നുവോ അദ്ദേഹം പിന്നെ എന്തിൽ കൂടി ആരെ കാണാൻ, എന്തിൽ കൂടി ആരെ കേൾക്കാൻ എന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് ചോദിക്കുന്നത്. മാണ്ഡൂക്യോപനിഷത്തിന് കാരിക എഴുതിയിട്ടുള്ള ശ്രീ ഗൗഡപാദാചാര്യർ കാരികയിൽ ഇങ്ങനെ പറയുന്നു: ആത്മതത്വാനുബോധേന ന സങ്കൽപ്പയതേ യദാ അമനസ്താം തദാ യാതി ഗ്രാഹ്യാഭാവേ തദഗ്രഹഃ. 3:23. ആത്മതത്വം നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ട് സങ്കല്പങ്ങളെ തിരസ്കരിക്കുക. അതോടെ മനോനാശം കൈവരുന്നു. ഗ്രഹിക്കാൻ മറ്റൊന്നില്ലെന്നു വന്നാൽ പിന്നെ മനസ്സുണ്ടായിരിക്കുകയില്ലല്ലോ. ജീവൻ മുക്തിക്ക് വാസനാക്ഷയ മനോനാശങ്ങളാണ് പ്രധാന കാരണങ്ങൾ. ജ്ഞാനവും വിദേഹമുക്തിയും. ജ്ഞാനം നേരിട്ട് വിദേഹമുക്തി ഉളവാക്കുന്നു. അതുകൊണ്ട് വിദേഹമുക്തിക്ക് പ്രധാന കാരണം ജ്ഞാനം. ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യമുള്ളൂ, അതാണ് മോക്ഷം എന്ന് സ്മൃതിയും ഘോഷിക്കുന്നു. കേവലനായ ആത്മാവിൻ്റെ സ്ഥിതിയാണ് കൈവല്യം. അതാണ് ദേഹാദിരഹിതമായ നിലനിൽപ്പ്. അത് ജ്ഞാനം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അജ്ഞാന സൃഷ്ടിയാണ് ദേഹം. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ അത് മാറിത്തരൂ. മാത്രമേ എന്ന് പറയുന്നത് കൊണ്ട് കർമ്മത്തിന് ദേഹത്തെ നിവർത്തിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് സ്പഷ്ടമാകുന്നു. കർമ്മം കൊണ്ടോ സന്തതി കൊണ്ടോ ധനം കൊണ്ടോ ദേഹബന്ധം വിട്ടുപോകുന്നതല്ല എന്ന് തൈത്തിരീയോപനിഷത്തും പ്രഖ്യാപിക്കുന്നു. ചിലർ ജ്ഞാനം നേടാൻ കൂട്ടാക്കാതെ വാസനാക്ഷയ മനോനാശങ്ങൾ യഥാശക്തി പരിശീലിക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടദേവനെ ധ്യാനിച്ച് സഗുണോപാസനയും ശീലിക്കുന്നു. അവർക്ക് കൈവല്യം കിട്ടുന്നതല്ല. സൂക്ഷ്മ ശരീരം അവരെ വിട്ടുപോകുന്നതേയില്ല. അതിനാൽ മാത്രമേ എന്ന പദം കൊണ്ട് വാസനാക്ഷയ മനോനാശങ്ങളും നേരിട്ട് വിദേഹമുക്തിക്ക് ഹേതുക്കളല്ലെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൈവല്യമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കാട്ടിത്തരുന്ന കേവലമായ നിലനിൽപ്പിൽ എല്ലാ ബന്ധങ്ങളും അസ്തമിക്കുന്നു എന്നാണ് താൽപ്പര്യം. ബന്ധനിവൃത്തി. ബന്ധം പലതരത്തിലുണ്ട്. വിദ്യാഗ്രന്ഥി, അബ്രഹ്മത്വം, ഹൃദയഗ്രന്ഥി, സംശയം, കർമ്മങ്ങൾ, അസർവകാമത്വം, മരണം, പുനർജന്മം എന്നിങ്ങനെ വിവിധ നാമങ്ങളിലാണ് അവ അറിയപ്പെടുന്നത്. ഈ ബന്ധങ്ങളെല്ലാം തന്നെ ജ്ഞാനം കൊണ്ട് വിട്ടുകിട്ടുന്നതാണ്. ഉപനിഷത്തുക്കളിലെ പ്രഖ്യാപനങ്ങൾ നോക്കുക. ഹൃദയഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ അറിയുന്നയാൾ അവിദ്യാഗ്രന്ഥിയെ പൊട്ടിച്ചെറിയുന്നു എന്നാണ് മുണ്ടകോപനിഷത്തിൻ്റെ പ്രഖ്യാപനം. ബ്രഹ്മത്തെ അറിയുന്നയാൾ ബ്രഹ്മമായി ഭവിക്കുന്നു എന്നും അതേ ഉപനിഷത്ത് തുടർന്ന് വെളിപ്പെടുത്തുന്നു. ആ പരമസത്യത്തെ കണ്ടെത്തുമ്പോൾ ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു. സർവസംശയങ്ങളും ഛേദിക്കപ്പെടുന്നു.
കർമ്മങ്ങൾ ക്ഷയിക്കുന്നു എന്നും മുണ്ടകോപനിഷത്ത് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഗുഹാനിഹിതമായ ചിദംബരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ അറിയുന്നയാൾ സർവകാമങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്നു എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് കാട്ടിത്തരുന്നത്. ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നത് ആ സത്യത്തെ അറിഞ്ഞാൽ മാത്രമേ മരണത്തെ ജയിക്കുന്നുള്ളൂ എന്നാണ്. കഠോപനിഷത്ത് പറയുന്നത് നോക്കുക. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്കഃ സദാ ശുചിഃ സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. കഠോപനിഷത്ത് 1:3-8. സത്യത്തെ അറിഞ്ഞവൻ സദാ പരിശുദ്ധ ഹൃദയനായി വർത്തിക്കുന്നു. അദ്ദേഹം സത്യവുമായി അലിഞ്ഞു ചേരുന്നു. അതുകൊണ്ട് പിന്നെ ജനിക്കാനേ ഇടവരുന്നില്ല. താൻ ബ്രഹ്മമാണെന്നറിയുന്നയാൾ ഇക്കാണുന്ന സർവവുമായി ഭവിക്കുന്നു എന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് അറിയിക്കുന്നത്. ഇങ്ങനെ അജ്ഞാന ബന്ധങ്ങളുടെ നിവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപനിഷത് വാക്യങ്ങൾ വേണ്ടുവോളമുണ്ട്. ആത്മജ്ഞാനം മാത്രമേ ബന്ധനിവൃത്തിയെ ഉളവാക്കുകയുള്ളൂ എന്ന് അവ വിളിച്ചറിയിക്കുന്നു. വിദേഹമുക്തികാലം. ആത്മജ്ഞാനം കൊണ്ടേ വിദേഹമുക്തി കൈവരൂ എന്ന് കണ്ടുവല്ലോ. ജ്ഞാനോദയമുണ്ടായാൽ അപ്പോൾ തന്നെ വിദേഹമുക്തിയും ലഭിക്കുന്നു. ബ്രഹ്മസത്തയിൽ അവിദ്യാധ്യാരോപിതങ്ങളാണല്ലോ ബന്ധങ്ങൾ. അവ വിദ്യ കൊണ്ട് ഇല്ലാതായിത്തീരുന്നു. വിദ്യ കൊണ്ട് നശിക്കുന്ന ദേഹാദി ബന്ധങ്ങൾ വീണ്ടും ഉണ്ടാകുന്നില്ല. തോന്നാത്ത ബന്ധത്തെ അനുഭവിക്കുക വയ്യല്ലോ. വിദേഹമുക്തിയുടെ ഈ വിദ്യാസമകാലീനത്വം ഭാഷ്യകാരനായ ശങ്കര ഭഗവത്പാദർ സമന്വയ സൂത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആത്മസ്വരൂപത്തിൽ കർമ്മത്തിന് ഒരു പ്രസക്തിയുമില്ലെന്നാണ് അദ്ദേഹം അവിടെ തെളിയിച്ചിട്ടുള്ളത്. കർമ്മത്തിന് ഒരു പ്രസക്തിയുമില്ലാത്ത നിത്യമുക്ത ശുദ്ധ ബുദ്ധ സ്വഭാവനായ ആത്മാവാണ് താനെന്നുള്ള ജ്ഞാനം വിദ്യ കൊണ്ട് നേടിക്കഴിഞ്ഞാൽ പിന്നെ ദേഹാദി ബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ലല്ലോ. മറ്റൊരു സൂത്രത്തിൻ്റെ വിവരണത്തിലും ഭാഷ്യകാരൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രം 4-ാം അധ്യായം 1-ാം പാദം 13-ാം സൂത്രം വിവരിക്കുമ്പോഴാണത്. തദധിഗമ ഉത്തരപൂർവാഘയോരശ്ലേഷ വിനാശൗ തദ്വപദേശാത് എന്നാണ് സൂത്രം. ബ്രഹ്മജ്ഞാനത്തോടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ബന്ധങ്ങൾ വരാതാവുകയും നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ പാടെ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇക്കാര്യം ഉപനിഷത്തുക്കളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് സൂത്രാർത്ഥം. ജ്ഞാനി സംസാര വ്യാപാരങ്ങളിൽ കഴിയുന്നതായി മറ്റുള്ളവർക്ക് തോന്നിയാലും വെള്ളത്തിലെ താമരയില പോലെ ഒരു കർമ്മവുമായും ബന്ധപ്പെടാതെ കഴിയുന്നു എന്നാണ് വിദ്വൻ മതം. അതുകൊണ്ട് ജ്ഞാനാന്തര കർമ്മമൊന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല. ഇപ്രകാരം തീ പിടിച്ച പഞ്ഞിക്കെട്ടെന്ന പോലെ ഭൂതകാല ബന്ധം എരിഞ്ഞ് നശിക്കുന്നുവെന്നും ശ്രുതി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൂർവപക്ഷം. തൽക്കാല ദേഹം വിട്ടുപോയതിനു ശേഷമേ വിദേഹമുക്തിയുള്ളൂ എന്ന് പലരും പറയുന്നുണ്ടല്ലോ. ഛാന്തോക്യോപനിഷത്ത് ഇങ്ങനെ ഘോഷിക്കുന്നു: ജ്ഞാനിക്ക് ശരീരമോചനം വരുന്നതുവരെ മാത്രമേ താമസിക്കേണ്ടതുള്ളൂ. അതോടെ അദ്ദേഹം സത്യസ്വരൂപമായി ഭവിക്കുന്നു. വാക്യവൃത്തിയിൽ ആചാര്യപാദരും ഇതേ ആശയം തന്നെ പ്രതിപാദിച്ചു കാണുന്നു. പ്രാരബ്ധ കർമ്മ അനുഭവമുള്ളപ്പോൾ തന്നെ ജീവൻ മുക്തനായി ഭവിക്കുന്നു. കുറേ കാലം കഴിഞ്ഞ് പ്രാരബ്ധ കർമ്മവും ക്ഷയിക്കും. അതോടെ അതിരറ്റ ആനന്ദ സ്വരൂപമായ വൈഷ്ണവ പരമപദം പ്രാപിക്കുന്നു. പുനർജന്മമില്ലാത്ത കൈവല്യപദമാണിത്. സൂത്രകാരനും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായം 1-ാം പാദത്തിലെ അവസാന സൂത്രമാണ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. ഭോഗേന ത്വിതരേ ക്ഷപയിത്വാ സമ്പദ്യതേ എന്നാണ് സൂത്രം. പ്രാരബ്ധ കർമ്മഫലങ്ങളായ പുണ്യപാപങ്ങൾ ഭോഗം കൊണ്ടൊടുങ്ങിയാലേ വിദേഹമുക്തിയുള്ളൂ എന്നാണ് സൂത്രാർത്ഥം. പ്രാരബ്ധ കർമ്മഫലങ്ങളായ പുണ്യപാപങ്ങൾ ഭോഗം കൊണ്ടൊടുങ്ങിയാലേ വിദേഹമുക്തിയുള്ളൂ എന്നാണ് സൂത്രാർത്ഥം. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠനും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ജീവൻ മുക്തപദം ത്യക്ത്വാ സ്വദേഹേ കാലസാത്കൃതേ
വിശത്യദേഹമുക്തത്വം പവനോ സ്പന്ദതാമിവ. സ്വദേഹം കാലവശമായി പതിക്കുന്നതോടെ ജീവൻ മുക്ത പദം തീരുന്നു. അതോടെ കാറ്റ് ചലനം ഉപേക്ഷിച്ചാൽ എങ്ങനെയോ അതുപോലെ വിദേഹമുക്തി കൈവരുന്നു. ഈ സ്ഥിതിയിൽ ജ്ഞാന സമകാലീനമാണ് വിദേഹമുക്തി എന്ന അഭിപ്രായം എങ്ങനെ യോജിക്കാനാണ്? സിദ്ധാന്തം: മേൽ വിവരിച്ച സംശയം ശരി തന്നെ. അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല. അഭിപ്രായ ഭേദത്തോടുകൂടി ഈ രണ്ടു പക്ഷവും സ്വീകരിക്കുന്നതിന് വിരോധമില്ല. വിദേഹമുക്തി എന്ന പദത്തിലെ ദേഹശബ്ദം എല്ലാ ദേഹത്തെയും അർത്ഥമാക്കുന്നുവെന്ന് കരുതിക്കൊണ്ടാണ് പലരും അർത്ഥം വർണ്ണിക്കുന്നത്. നാം അതിനെ ഭാവി ദേഹമെന്നു മാത്രമേ അർത്ഥമാക്കിയിട്ടുള്ളൂ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ജ്ഞാനസമ്പാദനം. താൽക്കാലിക ദേഹം ജ്ഞാനസമ്പാദനത്തിന് മുമ്പേ തന്നെ ഉണ്ടായിക്കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് ജ്ഞാനം കൊണ്ടും അതിൻ്റെ പരിണാമത്തെ തടയാൻ പറ്റുകില്ലെന്ന് തീർച്ചയല്ലേ? ഈ ദേഹത്തിൽ നിന്നും മോചിക്കുക എന്നുള്ളതല്ല താനും ജ്ഞാനോദ്ദേശം. അജ്ഞാനികൾക്കും പ്രാരബ്ധകർമ്മം ക്ഷയിച്ചാൽ ഈ ദേഹം വേർപെട്ടു പോകും. ജ്ഞാനവും സൂക്ഷ്മദേഹവും. ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം തൽക്കാല സ്ഥൂലത്തിൽ നിന്നുള്ള മോചനമല്ലെങ്കിൽ തൽക്കാല സൂക്ഷ്മദേഹത്തിൽ നിന്നുള്ള മോചനമായിക്കോട്ടെ, അതും പറയാൻ സാധ്യമല്ല. ജ്ഞാനം ലഭിച്ച ജീവൻ മുക്തി നേടുമ്പോൾ സൂക്ഷ്മദേഹവും പൂർണ്ണമായി വിട്ടുപോകുന്നത് കാണുന്നില്ലല്ലോ. അതും ശരി തന്നെ. പ്രാരബ്ധ കർമ്മമെന്ന പ്രതിബന്ധമുള്ളതുകൊണ്ട് അത് മാറുന്നതുവരെ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലും അതിന് കുറച്ചു കാലത്തേക്ക് സൂക്ഷ്മദേഹത്തെ ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നു വരാം. പ്രതിബന്ധം തീർന്നാൽ ജ്ഞാനം സൂക്ഷ്മദേഹത്തെ പാടെ അകറ്റാൻ കഴിവുള്ളതായി തീരുമല്ലോ. ഈ അഭിപ്രായവും ശരിയല്ല. ശാങ്കര ഭാഷ്യത്തിന് പഞ്ചപാദി കാവ്യാഖ്യാനം രചിച്ച പത്മപാദാചാര്യർ ജ്ഞാനം അജ്ഞാനത്തെ മാത്രമേ അകറ്റുന്നുള്ളൂ എന്ന് സയുക്തികം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മദേഹ ക്ഷയത്തിന് പിന്നെ എന്താണ് ഉപായം? സൂക്ഷ്മദേഹത്തെ നിലനിർത്തുന്ന സാമഗ്രി ഇല്ലാതായാൽ അതില്ലാതാകും. കാര്യമകലാൻ രണ്ട് ഉപായങ്ങളാണുള്ളത്. ഒന്ന് വിരോധി പദാർത്ഥത്തിൻ്റെ സദ്ഭാവം, മറ്റൊന്ന് സാമഗ്രിയുടെ അഭാവം. ഒരു ദീപം എരിയുന്നുവെന്നു കരുതുക. ശക്തിയായ കാറ്റടിച്ചാൽ അത് കെട്ടുപോകും. ഇവിടെ കാറ്റെന്ന വിരോധിയുടെ സാന്നിധ്യമാണ് ദീപമെന്ന കാര്യത്തെ ഇല്ലാതാക്കുന്നത്. അതുപോലെ എണ്ണ, തിരി മുതലായ സാമഗ്രികൾ ഇല്ലാതായാലും ദീപം ഇല്ലാതാകുന്നതാണ്. സൂക്ഷ്മദേഹത്തെ നേരിട്ടില്ലാതാക്കുന്ന വിരോധികളെയൊന്നും കാണുവാനില്ല. സൂക്ഷ്മദേഹത്തെ നിർമ്മിക്കുന്ന സാമഗ്രി രണ്ടാണ്: പ്രാരബ്ധകർമ്മവും അനാരബ്ധകർമ്മവും. ഈ രണ്ടു കർമ്മങ്ങളും കൊണ്ട് അജ്ഞാനികൾക്ക് ഇഹലോകത്തും പരലോകത്തും സൂക്ഷ്മദേഹങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ജ്ഞാനികൾക്ക് സൂക്ഷ്മദേഹ സാമഗ്രിയായ അനാരബ്ധകർമ്മം ജ്ഞാനം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നു. പ്രാരബ്ധകർമ്മ സാമഗ്രി ഭോഗം കൊണ്ടും വിട്ടകലുന്നു. ഇങ്ങനെ എണ്ണയും തിരിയും ഇല്ലാതായാൽ ദീപം ഇല്ലാതാകുന്നത് പോലെ പ്രാരബ്ധ അനാരബ്ധ കർമ്മങ്ങൾ രണ്ടും ഒടുങ്ങിയാൽ ലിംഗദേഹവും അതോടെ അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് സൂക്ഷ്മദേഹ നിവൃത്തി ജ്ഞാനത്തിൻ്റെ നേരിട്ടുള്ള ഫലമല്ലെന്ന് അറിയേണ്ടതാണ്. ജ്ഞാനഫലം അജ്ഞാന നിവൃത്തിയാണ്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.